കടുത്ത മോദി വിരുദ്ധനും അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ വിമർശകനുമായ യൂട്യൂബർ ധ്രുവ് റാട്ടിക്കെതിരെ പരാതിയുമായി സിഖ് ഗുരുദ്വാര മാനേജ്മെന്റ് കമ്മിറ്റി രംഗത്ത്. സിഖ് ഗുരുക്കന്മാരെ മനുഷ്യരൂപത്തിൽ ചിത്രീകരിച്ച് വീഡിയോ എടുത്തതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം കനക്കുന്നത്. ഇന്ത്യൻ താൽപര്യങ്ങൾക്കെതിരായ അജണ്ടകൾ പലപ്പോഴും പ്രചരിപ്പിക്കുന്ന ധ്രുവ് സിഖ് ഗുരുക്കന്മാരെ അപമാനിക്കുകയാണ് ഈ പ്രവൃത്തിയിലൂടെ ചെയ്തിരിക്കുന്നത്. സിഖ് മതത്തെ അവഹേളിക്കാൻ ശ്രമം നടത്തി സ്വയം വെട്ടിലായിരിക്കുകയാണ്. സിഖ് ഗുരുക്കന്മാരുടെ AI ചിത്രങ്ങൾ നിർമ്മിച്ച് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ദ സിഖ് വാരിയർ ഹു ടെറിഫൈഡ് ദ മുഗൾസ് എന്ന പേരിൽ പോസ്റ്റ് ചെയ്ത AI ജനറേറ്റഡ് വീഡിയോ പ്രതിഷേധം ശക്തമായതോടെ തന്നെ ധ്രുവ് റാട്ടി യൂട്യൂബിൽ നിന്നും നീക്കം ചെയ്തിരിക്കുകയാണ്. ഇതിനു മുൻപും ധ്രുവ് റാട്ടി ആകട്ടെ വിവാദ വീഡിയോകൾ ചെയ്യുകയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോകൾ ചിത്രീകരിച്ച് പണിവാങ്ങിയ വ്യക്തിയാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മോദിയെ വിമർശിച്ചുകൊണ്ട് ഈ വീഡിയോ ചിത്രീകരിച്ചിരുന്നു. അതും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. സിഖ് മതവിശ്വാസത്തെ അവഹേളിക്കാൻ ശ്രമിച്ച് വെട്ടിലായ വിവാദ യൂട്യൂബർ ധ്രുവ് റാട്ടി തന്റെ യൂട്യൂബ് വീഡിയോയിൽ സിഖ് ഗുരുക്കന്മാരുടെ AI നിർമ്മിത ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് വിവാദത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ദ സിഖ് വാരിയർ ഹു ടെറിഫൈഡ് ദി മുഗൾസ് എന്ന പേരിൽ പോസ്റ്റ് ചെയ്ത AI ജനറേറ്റഡ് വീഡിയോ പ്രതിഷേധം ശക്തമായതോടെ തന്നെ പിന്നീട് നീക്കം ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത്. സിഖ് ഗുരുക്കന്മാരെ മനുഷ്യരൂപത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് വീഡിയോ അവർ മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്നത് വിശ്വാസികളും രാഷ്ട്രീയ പാർട്ടികളും അടക്കം ആരോപിക്കുന്നുണ്ട്. അകാൽ തഖ്വ, ശിരോമണി അകാലിദൾ, ശിരോമണി ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റി എന്നിവയുടെ ശക്തമായ എതിർപ്പിനെ തുടർന്നുകൊണ്ട് വീഡിയോ പിൻവലിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സിഖ് ഗുരുക്കന്മാരെ മനുഷ്യരൂപത്തിൽ വീഡിയോകളിലൂടെ തന്നെയും സിനിമയിലോ ഉൾപ്പെടുത്തുന്നത് അനുചിതമാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർ. വീഡിയോ വിവാദമായതോടെ തന്നെ ധ്രുവ് റാട്ടിയും വിശദീകരണവുമായി രംഗത്ത് വരികയും ചെയ്തു. തന്റെ വീഡിയോയ്ക്ക് നല്ല പ്രതികരണം ലഭിച്ചെങ്കിൽ പോലും സിഖ് ഗുരുക്കന്മാരുടെ ആനിമേറ്റഡ് ചിത്രം അവരുടെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ആരോപിച്ചതിനാൽ തന്നെ അത് പിൻവലിക്കാൻ തീരുമാനിക്കുന്നു എന്നതാണ് ധ്രുവ് റാട്ടി തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. ഇതിനു മുൻപും ഇന്ത്യ വിരുദ്ധ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്ന ധ്രുവിന്റെ വീഡിയോകൾ വിവാദമായി മാറിയിട്ടുണ്ട്. സിഖ് ഗുരുക്കന്മാരുടെ ചിത്രം പവിത്രമാണ് എന്നും അത് വളച്ചൊടിക്കരുതെന്നുമാണ് വീഡിയോ നീക്കം ചെയ്തില്ല എങ്കിൽ നടപടി സ്വീകരിക്കുമെന്നുമാണ് വിശ്വാസി സമൂഹം മുന്നറിയിപ്പ് നൽകിയത്. സിഖ് ചരിത്രത്തെക്കുറിച്ചുള്ള യൂട്യൂബറുടെ വീഡിയോയ്ക്കെതിരെ ഡൽഹി ക്യാബിനറ്റ് മന്ത്രി മജീന്ദർ സിംഗ് രംഗത്തെത്തുകയും ചെയ്തു. ഇത് അനാദരവാണ് എന്നും സിഖ് ഗുരുക്കന്മാരുടെയും ജീവത്യാഗം ചെയ്തവരുടെയും പാരമ്പര്യത്തെ അത് വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ധ്രുവ് റാട്ടിക്കെതിരെ നടപടിയെടുക്കുമെന്നും അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി സിഖ് ഗുരുദ്വാര മാനേജ്മെന്റ് കമ്മിറ്റിയാണ് സൈബർ ക്രൈം സെല്ലിന് പരാതി നൽകിയിരിക്കുന്നതും. അതുപോലെ വീഡിയോയെ ശിരോമണി ഗുരുദ്വാര കമ്മിറ്റിയും എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സിഖ് ഗുരുക്കന്മാരുടെയും രക്തസാക്ഷികളുടെയും യോദ്ധാക്കളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും മുഖങ്ങളും കാട്ടിയിരുന്നതായും പറയുന്നു. അതുപോലെ ബന്ദ സിംഗ് ബഹാദൂറിനെ റോബിൻ ഹുഡ് എന്നും വിളിച്ചിരുന്നു. എന്നാൽ സിഖുകാർക്ക് അവരുടെ ചരിത്രം അറിയാൻ ധ്രുവ് റാട്ടിയുടെ AI അധിഷ്ഠിത വീഡിയോ ആവശ്യമില്ല എന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ശ്രീ ഗുരു തേജ് ബഹദൂർ ജിയുടെ ബാബ ബന്ദ സിംഗ് ബഹദൂറിന്റെയും രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട നിരവധി സുപ്രധാന ചരിത്ര വസ്തുക്കളെ ധ്രുവ് റാട്ടി വളച്ചൊടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അംഗങ്ങൾക്ക് പുറമെ തന്നെ സിഖ് ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിലും തങ്ങളുടെ ആദരണീയരായ ഗുരുക്കന്മാരെ ചിത്രീകരിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നതിലും മറ്റു നിരവധി സിഖുകാരും രോഷം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഗുരുക്കന്മാരുടെ പേരുകൾ ബഹുമാനത്തോടെ തന്നെ പരാമർശിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഇത് വളരെ പ്രതിഷേധാർഹമാണ്. ധ്രുവ് റാട്ടിക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും അവർ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.